ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ഇത്. നമ്മൾ എല്ലാം ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യണം. ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും അതുപോലെ സവോളയൊക്കെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. കടുക്, വറ്റൽമുളക്, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ബാക്കി കഷ്ണം. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. തക്കാളി ചേർക്കാം. അവിടെ കറി വേവുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എണ്ണയൊന്നും ചേർക്കാതെയാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. പച്ചമണം ഒന്ന് മാറുന്നത് വരെ അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പിങ്ക് സോൾട്ട് ആണ് ഇടുന്നത്, ഹിമാലയൻ പിങ്ക് സോൾട്ട്. സാധാരണ ഉപ്പിട്ടാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച വെള്ളമൊക്കെ ഒന്ന് ആയി ഒന്ന് കുഴഞ്ഞു വരുന്ന പരുവം വരെ വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഒന്നുകൂടി ഇളക്കാം. ലാസ്റ്റ് നമുക്ക് മല്ലിയില തൂവി കറി റെഡിയാക്കാം. നന്നായിട്ട് മല്ലിയില ഇടുന്നുണ്ടേ. നമ്മുടെ വീട്ടിലെ തന്നെ മല്ലിയിലയാണ് കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.